മൈജിയുടെ ഹാപ്പി 100 ഓഫറുകൾക്കായി ഇന്ന് തന്നെ തൊട്ടടുത്ത മൈജി ഷോറൂം സന്ദർശിക്കൂ. പ്രേക്ഷകർക്ക് നമസ്കാരം നൽകിക്കൊണ്ടിരിക്കണേ അല്ലേ? യെസ്. അപ്പൊ ഇതിലും ഇന്നത്തെ എനർജറ്റിക് ആയിട്ടുള്ള പവർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ്. വെൽക്കം 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 എവരിവൺ ടു സ്റ്റാർ മാജിക്. പ്രത്യേകിച്ച് നമ്മൾ ഈ ന്യൂ ഇയറിലേക്ക് കടന്നതിന് ശേഷം നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഒരുപാട് വണ്ടേഴ്സ്, മിറാക്കിൾസ്, മാജിക്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാജിക്കിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും 2 മജീഷ്യൻസ് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ. ലെറ്റ്സ് വെൽക്കം ടിനിച്ചേട്ടൻ ആൻഡ് അനുശ്രീ. അനു ആദ്യമായിട്ട് സ്റ്റാർ മാജിക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ കഴിഞ്ഞ തവണ അല്ലേ? അപ്പം എന്ത് തോന്നി ഇപ്പൊ നമ്മുടെ ഫാമിലിയുടെ കൂടെ പക്ക ചെല്ലയോ? ഇല്ല, അടിപൊളിയാണ്. അടിപൊളിയാണ്. അയ്യോ അല്ല, അടിപൊളിയാണ്, സൂപ്പർ ആണെന്ന് പറഞ്ഞു പോലെ ഇങ്ങനെ വന്നതാ. ടിനിച്ചേട്ടൻ പിന്നെ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ്. പക്ഷെ നമ്മൾ ന്യൂ ഇയറിലേക്ക് കിടന്നപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ? അല്ല, എനിക്കൊരു സ്റ്റാർട്ടിന് നല്ല സ്ഥലം ഇവിടെയാണ്, ഈ ഫ്ലോറാണ്. ഭയങ്കര ഒരു ഫ്ലോർ എപ്പോഴും, അതുകൊണ്ട് ഞാൻ ഓടിപ്പിടിച്ച് എങ്ങനെയെങ്കിലും. അപ്പൊ അതുകൊണ്ട് നല്ല ഐശ്വര്യമുള്ള സ്ഥലത്താണ് അനുശ്രീ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, ഇവരായിട്ടൊക്കെ കൂടുമ്പോ നമ്മളും ആ ലെവലിലേക്ക് താഴും. ഇപ്പോഴും അങ്ങനെ തന്നെ. തിരിച്ചേട്ടാ, ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഫ്ലവേഴ്സിൽ ഏത് ഷോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും തുടക്കത്തിൽ ടിനിച്ചേട്ടനെ വിളിക്കുന്നുള്ളത്. അത് ഭയങ്കര ഐശ്വര്യമായിട്ടാണോ, ഭയങ്കര ലക്കി ചാമാണോ? അത് എനിക്ക് തോന്നുന്നത് ഈ വാക്സിൻ ആദ്യം പരീക്ഷിക്കുന്നത് ഗിന്നിപ്പന്നിയിലാണ്. അപ്പൊ അത് പരീക്ഷിച്ചിട്ടാണ് ഇവിടെ ഇപ്പൊ ദിലീപേട്ടനൊക്കെ ആയിരിക്കും മെയിൻ ഗസ്റ്റ്. അപ്പൊ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഞാനായിരിക്കും ഫസ്റ്റ് എപ്പിസോഡ് വരുന്നതെന്ന് വിചാരിക്കും. ഞാൻ 10ാമത്തെ എപ്പിസോഡിലേ വരുള്ളൂ. പക്ഷെ ദിലീപേട്ടനെ പിറ്റേ ദിവസം എടുക്കുന്നതിന്റെ പ്രാക്ടീസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അതാണ് ഇവിടെ സാധാരണ സത്യം നടക്കുന്നത്. അല്ലാട്ടോ, പൊതുവെ ഉള്ള ഒരു അഭിപ്രായമാണ് ഭയങ്കര ലക്കി ചാമാണ് ടിനിച്ചേട്ടൻ എന്നുള്ളത്. ഭയങ്കര ഐശ്വര്യമായിരിക്കും അദ്ദേഹത്തെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളിപ്പോഴും പോസിറ്റീവാണ്. അതാണ് പോസിറ്റീവ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ അറിയാലോ, സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചിലപ്പോ ചില പണികൾ ഇങ്ങോട്ട് കിട്ടും, അങ്ങോട്ട് വരും. എന്തിനും ഗെറ്റ് റെഡി. ഓക്കെ, പക്ഷെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് അധികം പണികൾ വരണ്ടല്ലേ? അല്ല, അതെ, നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ ഗേൾ. എന്തായാലും ലക്ഷ്മിയുടെ ഡ്രസ് ഗംഭീരമുണ്ട്. അനുശ്രീയുടെ നല്ലാന്ന് പറയല്ല. ഭയങ്കര ഇതായിട്ട് ഭയങ്കര സിങ്ക് ആവുന്നുണ്ട്. ഇത് ആരാണ് ഇതിന്റെ സ്ഥിരമായിട്ട് ഇത് ആരാ ചെയ്തോണ്ടിരിക്കുന്നത്? ജാനകി, എന്റെ സ്റ്റൈലിസ്റ്റ്. യഥാർത്ഥ പേരെന്താണ് പറ? ജാനകിന്ന്. സാറാമാന്നിട്ടാണ് പേര്. ജാനകി രമ്യ, അതാണ് പേര്. ഓക്കെ, എന്തായാലും ആ കോസ്റ്റ്യൂം ഭയങ്കര രസമായിട്ടുണ്ട്. കേൾക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് കൊള്ളാട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. വെൽക്കം എവരിവൺ. ഇത് സ്റ്റാർ മാജിക്. ഇനി കളർ മാറാണ് മോനെ. നമ്മുടെ ഓരോ ദിവസവും വളരെയധികം തിരക്ക് പിടിച്ചിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പതറാത്ത ചുവടുകളും അതുപോലെ തന്നെ ഉറപ്പുള്ള പാദരക്ഷയാണ്. സോ നിങ്ങളുടെ ഓരോ ചുവടും ആഘോഷമാക്കാനായിട്ട് ഇതാ നിങ്ങൾക്കായി VKC പ്രൈഡ്. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ചുവടുകൾ നിങ്ങൾക്ക് ഇനി മുതൽ വെക്കാൻ സാധിക്കും VKC പ്രൈഡിനോടൊപ്പം. സോ പുതുപുത്തൻ ഡിസൈനുകളിലുള്ള ഫുഡ് വെയർസ്, അതുപോലെ തന്നെ 1000-ൽ പരം മോഡലുകളിൽ VKC പ്രൈഡിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ ലോങ് ലാസ്റ്റിംഗ് ഫുഡ് വെയർസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിലയിൽ. So celebrate hard work with VKC Pride, India's hard-working footwear. India's pride, my pride, VKC Pride. ഏതായാലും ഇവിടെ സെലിബ്രിറ്റീസ് വന്നിട്ടുള്ളതുകൊണ്ട് ഇനി ഒരു സെലിബ്രിറ്റി ഗെയിം സെഗ്മെന്റിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണേ. സെലിബ്രിറ്റീസ് ഇവിടെ ആര് വന്നാലും അവരുടെ ഉള്ളിന്റെ ഉള്ളില്, അതായത് ഈ ഇവിടെ ഗെയിം ഒക്കെ കളിക്കണാകുമ്പോ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങള് ഗസ്റ്റ് അല്ല, സെലിബ്രിറ്റീസ് അല്ല, ഞങ്ങൾക്ക് കളിക്കണം എന്ന് എങ്ങനെയാ നമ്മളുടെ അടുത്ത് പറയുക? ഇങ്ങനെയുള്ള കുറെ വിഷമങ്ങൾ അവരുടെ മുഖത്ത് ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളത് ഒപ്പിയെടുക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് അത് മനസ്സിലായി, ആ വൈബ് ഇങ്ങനെ അടിച്ചു. അത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു കുട്ടി ഗെയിം കളിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിക്കാം പ്ലീസ്. ഇനി നമ്മൾ
സെലിബ്രിറ്റി ഗെയിം സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവാ. കണ്ടോ ഇവരുടെ ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരിതാ നിങ്ങളുടെ ഓടി വന്നിരിക്കണം. എന്തൊരു സ്പീഡായിരുന്നു. എനിക്ക് ഒട്ടും സ്പീഡ് ഉണ്ടായിരുന്നില്ല. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ആദ്യത്തേത് അനുസരിച്ച് ഓട്ടോ പിടിച്ചിട്ടാണോ വന്നേ എന്ന് വരെ നിങ്ങൾ doubt അടിച്ചു പോയി. അല്ല അനുശ്രീ ഇതിലെ കൂടി നടക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഈ വൃത്തിയാക്കേണ്ട ആൾക്കാർക്ക് ആർക്കും വരണ്ട. അതാണ് ഫുൾ ക്ലീൻ ചെയ്യുന്നത്. അതായത് ലക്ഷ്മിക്ക് വരേണ്ടതാണ്. ടൈറ്റിൽ മാറി കിട്ടി. ലക്ഷ്മിക്ക് വരേണ്ടതാണോ പറഞ്ഞത്? You said it. അപ്പോ ഇത്രേ ഉള്ളൂ. ഉണ്ണി വന്നു പോയപ്പം നമ്മുടെ ന്യൂ ഇയർ എപ്പിസോഡിൽ ഉണ്ണി മുകുന്ദൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നു ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം എല്ലാവരെയും കൊണ്ടും കളിപ്പിക്കണം എന്ന്. സെലിബ്രിറ്റീസ് ആര് വന്നാലും ഈ ഗെയിം ഞങ്ങൾ പുറത്തെടുക്കും. തുടങ്ങല്ലേ? ഒരാളിത് കറക്കും. പോയിന്റിലെത്തുമ്പം എന്താണോ ടാസ്ക് അതായത് ഓപ്പോസിറ്റ് ആള് ജസ്റ്റ് എടുക്കുക, ആ ടാസ്ക് ചെയ്യുക. വെരി സിമ്പിൾ. കരയൂ അപ്പോ? സന്തോഷമുണ്ടാ? എനിക്ക് കുറെ നാളുകൾക്ക് ശേഷം ഗെയിം കളിക്കാൻ പറ്റിയല്ലോ എന്ന്. തുടങ്ങാപ്പോ പിന്നേട്ടനെ അധികം സംസാരിപ്പിക്കണ്ട. ഇല്ല. കാരണം ബാർ പാട്ട് പാടാനുള്ള അടുത്തുണ്ട്. ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 3 അല്ലെങ്കിൽ 1. രണ്ടിന്റെ നടുക്ക് 7 കറക്റ്റ് എടുത്തിട്ട് അനുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അനു അത് ചെയ്യണം കേട്ടോ. തുറന്നു വെച്ചോളൂ. അതല്ലേ അതിലൊരു ഹീറോയിസ് ഉള്ളത്. ഈ ഹീറോയിസും പൊതുവെ ഇഷ്ടമല്ല. പറയരുത്. സിമ്പിൾ. ഇത് കണ്ടറിഞ്ഞ് കിട്ടിയതാ. അല്ലല്ല നമ്മളെ ചെയ്യണ്ടേ. ടിനിച്ചേട്ടൻ ഇത് സിമ്പിൾ ആയി പോയി. സിമ്പിൾ ആയി പോയി. ചെയ്തിട്ടുള്ള ഒരു സിനിമ എനിക്ക് വേണ്ടിയിട്ട് ചെയ്താ മതി. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ സിനിമയില് അനുശ്രീ ഓട്ടോ ഓടിച്ച ആളാണ്. അത് ചെയ്യാന്നുള്ളതാണ്. ഓട്ടോറിക്ഷ യഥാർത്ഥത്തിൽ തന്നാ ഓടിക്കും. ഇവിടുത്തെ ആൾക്കാരെ വെല്ലുവിളിക്കരുത്. അമ്പിളിയമ്മാവനെ വേണമെന്ന് പറഞ്ഞാൽ അവരിവിടെ കൊണ്ടുവരും. ഒരു ഓട്ടോറിക്ഷ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുവരും. യഥാർത്ഥ ഓട്ടോ ആയിരിക്കണം. മഹീന്ദ്ര ആൽഫ ഓട്ടോ മാത്രമേ ഞാൻ ഓടിക്കാറുള്ളൂ. അപ്പോ ഇത് സാങ്കല്പിക ഓട്ടോ ആണ്. ജസ്റ്റ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കുക. ഈ ഉടുപ്പും പിടിച്ച് ഞാൻ ഇങ്ങനെ പോണ്ടി വരുമോ? പോണം. വെള്ളപ്പൊക്കം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളാണ്. സെൽഫ് വേണ്ട. കൈവിട്ട് ഓടിച്ചോളൂ. കൈവിട്ട് ഓടിച്ചോളൂ. അതിന് സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. സൗണ്ട് ഇട്ടുതരാം. നല്ല ഓട്ടോറിക്ഷ. ആയില്ല അടി. പെട്ടെന്ന് നോക്കിയേ. ചിത്രത്തിലൊക്കെ ഇല്ല ആയില്ല. തിരിച്ചേട്ടാ രാജമനുയുടെ 6 പടമായി. ഓട്ടോയില് പെട്രോൾ അല്ലേ ഒന്നും. പാളയം പാളയം. അല്ല ഒരു കൈ പാവാടയും പിടിച്ചോണ്ട് ഓടുന്ന ഓട്ടോറിക്ഷ ഞാൻ ആദ്യം കാണുന്നത്. അത് കേട്ടില്ലേ? ഉല്ലാസ് പറഞ്ഞ കേട്ടില്ലേ? ബാഹുബലിയിൽ എഫക്ട്സിന് വേണ്ടി വിളിച്ചത് നെൽസൺ ആയിരുന്നു. അത്ര നല്ല പെർഫെക്റ്റ് സൗണ്ടിങ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതിലും ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. അനു ഗുഡ് ജോബ്. തിരിച്ച് നമുക്ക് ഇറക്കിയാലോ? ഓക്കെ അനു ഇപ്പൊ ശരിയാക്കി തരാം. നല്ല പണി കിട്ടണേ. 6. അപ്പോ ടിനിച്ചേട്ടന്റെ അനു ഒന്ന് വായിച്ചു കൊടുത്തോളൂ. മൂക്കുകൊണ്ട് വായുവിൽ മലയാളം എന്ന് എഴുതുക. അത് ഇച്ചിരിയുള്ളൂ. അതെനിക്ക് മതിയെ. മൂക്കൊണ്ട് വായി. അതൊക്കെ സ്ലോയില്. സുഖല്ലേ? ഹലോ. നമ്മള് കൗണ്ടൊന്നുമില്ല. തെറ്റി ഇങ്ങനെ കാണിച്ചുതരാം. ഇങ്ങനെ മൂക്കൊണ്ടിടുമ്പോ സൂപ്പർ. ഇങ്ങനെ അക്ഷരം ലാവര എഴുതിയില്ലേ? ഇനി ഞാൻ ബാക്കി എഴുതിയാൽ മതിയില്ലേ? റെഡി? സ്ലോയിലിട്ടാ. ഇയാൾക്ക് എന്തോടെ അസുഖം? ഞങ്ങൾ അപ്പോഴേ ഞാൻ ചെയ്യുമ്പോ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്തു. തോന്നുന്നു വേറെ അസുഖം. അല്ല കറക്റ്റാ. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഒരു ഭയങ്കര നാണം മലയാളം ഒരു സൂപ്പ്. ചേട്ടാ ഇത് പോലീസ് ഏതോ കേസിന് മണം പിടിപ്പിക്കുന്നു. മനസ്സിലാക്കിയാൽ മതി മലയാളം. ശരിയാണ്. ഷൂട്ട് തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞില്ലേ മലയാളത്തില് ഇവിടെ ഒന്ന് കൗണ്ടർ ഒന്നും പറയരുത്, ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഒരു ഡയലോഗ് ഇല്ലേ? മൂക്കുകൊണ്ട് താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. വന്നു അനു. ഗുഡ് ജോബ്. യെസ് യെസ്. അത്ര വലിച്ചു ചേർക്കരുത്, സമയം പോകും. അനു പ്രാർത്ഥിക്കണേ. 2.
ഒളിച്ചു നോക്കാൻ പോയാണ് അടിപൊളി. ഇത് പൊളിക്കും. മുണ്ടിൽ ചെളി പുരളരുത് 5 പ്രാവശ്യം പറയും. റെഡി 1 2 3 സ്റ്റാർട്ട്. മുണ്ടിൽ ചെളി പുരളരുത്, 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 മുണ്ടിൽ ചെളി പുരളരുത്. മതി. ഇവര് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്ന കുഞ്ഞിപ്പുഴു പോലെ സ്ഥിരം ചെയ്യാറുള്ളതാ. പക്ഷെ ഇത് ചെയ്യേണ്ടത് ടിനേട്ടനായിരുന്നു. കറക്റ്റ് ആയിരുന്നു. എന്തായാലും മുണ്ടെടുത്ത് വന്നല്ലേ നമുക്ക് കുറച്ച് ഹീറോയിസ് ആവാം. വേണ്ട മലയാളം തന്നെ മര്യാദ എഴുതാൻ പറ്റില്ല, മലയാളം പറയാൻ പറ്റില്ല. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതൊക്കെ ഇനി അടുത്തെടുക്ക്. ആവർത്തന വിരസത വേണ്ട. അടുത്ത ആള് അനു. അനു 2 കൽപ്പിച്ച 5. പണിയാണല്ലോ ദൈവമേ. ഈശ്വര അടിപൊളി. ഇത് പൊളിക്കും. ആ 5 തരം ചിരി ചിരിക്കുക. ഓക്കെ. ആദ്യത്തെ പുഞ്ചിരി. പുഞ്ചിരി എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഓക്കെ. പുഞ്ചിരി. പുഞ്ചിരിക്ക് സൗണ്ട് ഇല്ല, അറിഞ്ഞൂടെ? പുഞ്ചിരിക്ക് സൗണ്ട് ഇല്ല. പുഞ്ചിരിക്ക് സൗണ്ട് ഇല്ല. ഗുഡ്, സൂപ്പർ. എല്ലാ സൈഡും കോട്ടൊക്കെ ചോദിക്കുമ്പോ. അടുത്തത് ചമ്മൽ ചിരി. ഇത് ഞങ്ങൾ ചമ്മുമ്പോൾ നിങ്ങളുടെ മുഖം കാണിക്കുന്നവരല്ല, നിങ്ങൾ ചമ്മുമ്പോൾ ഉള്ള ചിരിയാണ്. അടിപൊളി. ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ. അടുത്തത് കളിയാക്കി ചിരി. അടുത്തത് പൊട്ടിച്ചിരി. ചിയാസിരിക്കുമല്ലേ. അപ്പൊ അട്ടഹാസം എങ്ങനെ ചിരിക്കും? ആ ഓക്കെ. അപ്പൊ ഇനി ചേട്ടൻ കറക്കണം. നേരത്തെ ചെയ്തെങ്കിൽ ബാഹുബലി അഭിനയിക്കായിരുന്നു. 2 വാക്കടെ ഒന്ന് പഴയ പഴയ കാല മലയാള സിനിമയിലെ പാട്ട് സീൻ അഭിനയിക്കുക. ചേട്ടാ നമ്മുടെ ഒരു എന്താ പറയാ നമ്മളടുത്ത് നിൽക്കുന്നുണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. ഓക്കെ അപ്പൊ പാട്ടിടാം. കണ്ണിങ്ങനെ അല്ല സത്യം, ഇത് സത്യം മാഷിന്റെ പാട്ടാണ്. ആദ്യം ബാലചന്ദ്രൻ മേനോൻ തുടങ്ങിയിട്ട് പ്രേം നസീർ അവസാനിച്ചു. അതാണ് ഒരു കലാകാരന്റെ കഴിവ്. ആരൊക്കെയാ വന്നത്? ക്ലോസ് ഇട്ടാൻ വേണ്ടി വന്നാണ്. ശരി, അപ്പൊ ഇനി അടുത്തത് അടുത്ത ആരുടെ ടേൺ ആയിരുന്നു? അനുവിന്റെ ടേണാ. യെസ്. ഓക്കെ 3 ടപ്പ് സ്മാഷ്. ഇനി ചേട്ടനുള്ളതാണ്. ഹലോ ഹലോ. ആ എത്തിയോ? അരുണേട്ടന്റെ അമ്മേ എത്തിന്ന്. അമ്മയോട് പറഞ്ഞേക്ക്. അല്ല, അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. നീ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിന്റെ അമ്മാവനുണ്ടല്ലോ മാനേജർ നാരായണൻ, അയക്കും കൊടുത്തോളൂ കുറച്ച്. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാ അഭിമാനിയാന്ന്. അതുകൊണ്ടല്ലേ സ്ത്രീധനം തന്നത് ഇഷ്ടാവാഞ്ഞേ. നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? അടിപൊളി അടിപൊളി. സ്വന്തം വോയിസ് സ്വന്തമായിട്ട് ഡബ് സ്മാഷ് ചെയ്യാ. ആഹാ അടിപൊളി. അതിനൊരു സുഖം വേറെ ലെവലാണല്ലേ. ലാസ്റ്റ് ഒരു നമ്പർ മാത്രം ബാക്കി. തമാശക്ക് ഇങ്ങനെ കറക്കിയിട്ട് നമ്മൾ 4 കൊണ്ടുവയ്ക്കും. അപ്പൊ ദാ പിടിച്ചോളൂ. ഒരു ഡയലോഗ് 3 ഭാവത്തിൽ അഭിനയിച്ച് പറയുക. നേരത്തെ സ്വന്തം ഡബ് സ്മാഷ് ചെയ്തപ്പോഴും എനിക്കറിയായിരുന്നു പണി ഓട്ടർഷ പിടിച്ച് വരുന്നുണ്ടെന്ന്. അപ്പോഴേ ഹലോ, ഇന്ന് ഇവിടുന്ന് പോണ്ടേ? ആനി മാഗിയെ സ്നേഹിക്കുന്നത് പോലെ. യെസ്. അമ്മക്ക് എന്നെ സ്നേഹിക്കും. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ. യെസ്. ഓക്കെ. ആദ്യം മറ്റേ ഭാവമൊന്നും ഇല്ലാണ്ട് അതൊരു ഭാവമാണല്ലോ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ
മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. സ്നേഹിക്കാം ഒരു ഭാവം കഴിഞ്ഞു. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ഓക്കെ, അടുത്തത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ദേഷ്യത്തിലാണെങ്കിലും ഞാൻ സ്നേഹിക്കും. സൂപ്പർ സൂപ്പർ സൂപ്പർ. രണ്ടുപേരും അടിപൊളിയായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും ഒരു വലിയ കഴിഞ്ഞിട്ടോ. അടിപൊളി. ഇതുപോലത്തെ ഗെയിം ഇനിയുണ്ടോ? സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ള ഗെയിം ഇനി വേറെ ഉണ്ടോ? അല്ലെ തിനി വേറെ മൂഡിലായി, അതുകൊണ്ടാണ്. പറഞ്ഞില്ല, പ്രായപൂർത്തിയായവർക്ക് പറഞ്ഞിട്ടുള്ള ഗെയിമാ. രണ്ടുപേരും നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്ത് ഗെയിം കളിച്ചു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു അല്ലേ? നമുക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മല്ലയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ? പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മല്ലയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ? അഗ്നിസാക്ഷിയായിലെത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളരെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളരെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിലകും നിലവിൽ അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മല്ലയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ? പ്രശസ്ത പിന്നണി ഗായിക അനുശ്രീ നയിക്കുന്ന ഗാനമേളയിലെ ആദ്യ ഭക്തിഗാനത്തിന് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത തമിഴ് ഗാനം പാടുന്നു ഉല്ലാസ് പന്തളം. ഭയങ്കര ടെൻഷനായിരുന്നു അനുവിന്റെ സ്റ്റാർട്ടിങ്. അതായത് ചിരി വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഡാൻസ് ചെയ്യും പിന്നെ പാട്ട് പക്ഷെ പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. ഇല്ലില്ല, ഞാൻ ഡാൻസും പഠിച്ചിട്ടില്ല, ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല. നല്ല ഉഗ്രനായിരുന്നു. ഓ അടിപൊളി, സൂപ്പർ. താങ്ക് യു. പക്ക ശ്രുതി. പാടിയിട്ട് ഭയങ്കര ഫീൽ ആയിരുന്നു.
നിങ്ങൾ ആ ട്രൂപ്പിന്റെ മുതലാളിയാണ് അതായിരിക്കണം നീല. എന്നാലും അനുവിന്റെ നെൽസനേട്ടന്റെ ഈ ഒരു പാട്ട് നമുക്ക് ഏറ്റവും ആദ്യം എന്ത് രസമായിട്ട് പാടിയ ഒരു വലിയ കൈഡി കൊടുക്കാം കേട്ടോ. അടിപൊളി. പറമ്പിലേ ആണിപ്പിണ്ടത്തിന്റെ മേളിലിരുന്ന് ബാല കാണുന്ന ഒരു അല്ലേ? ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഇരിക്കണതുണ്ടല്ലോ വളരെ നല്ലതായിട്ട് നമ്മുടെ ഹെൽത്തിന്. എനിക്ക് തോന്നുന്നു ജിമ്മൊക്കെ നടത്തുന്ന ഷിയാസിനെ പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റും. ജിയാസിന്റെ ഒരു താളമില്ലാത്ത ചാട്ടം വരുന്നത്. ഇത് അബ്ഡമന് നല്ല ആ പ്രോപ്പർട്ടിയുടെ പേര് പറയൂ സർ. ജിംബോൾ. ജിംബോൾ. ആ ഓക്കെ. അബ്ഡമൻ അബ്ഡമൻ കാണിക്കോ? അബ്ഡമൻ നല്ലതാണ്. എന്തൊക്കെ ചെയ്യും ജിംബോൾ വെച്ചിട്ട്? വർക്ക്ഔട്ട് ചെയ്യണുണ്ടോ? ഓക്കെ. അപ്പൊ അബ്ഡോമിന് വളരെ നല്ല കേട്ടോ ഈ ഒരു ജിംബോള്. അപ്പൊ ഇവിടെ നമ്മൾ ജിംബോൾ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഡാൻസ് ഒക്കെ ചെയ്തു. പക്ഷെ ഗെയിമിന്റെ പേര് കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആവേശം. ഉല്ലാസം. പക്ഷെ മലയാറ്റൂര് മലയിൽ കാറ്റും കൊണ്ടിരിക്കണ ഇവിടെ എല്ലാവരും ഇങ്ങനെ നടന്ന് കാണിക്കുമ്പോ ഉല്ലാസം വെറുതെ ഇരിക്കുന്നിരുന്നു. എത്ര നല്ല ഞാനും പണിവാളി കൊക്കയിലേക്ക് എങ്ങനെ പോയാലോ പാറ ഉരുണ്ട്. ശരി അവിടെ അല്ലല്ല എനിക്ക് മനസ്സിലായി. ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ജിൻബോൾ എന്നല്ലേ? ക്ലിഞ്ഞോ പ്ലിഞ്ഞോന്റെ സീസൺ 2 ആണ്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് പ്ലക്കോ പ്ലക്കോ. അയ്യോ ചത്താലും വേണ്ടിയല്ല. മ്യൂസിക് കേട്ട വേറെന്തോ പുറത്തുനിന്നുള്ള പേരായിരിക്കും. അതെ, ആ മ്യൂസിക്കിന്റെ ലെവലിൽ എങ്ങനെ പേരിടാമെന്ന് ഞാൻ ആലോചിച്ചു. എല്ലാ വിലയും ഡാൻസിന്റെയും. ശരി, എന്നാ ആ ഡാൻസിന്റെ പേരിൽ ആ ലെവലിൽ പറ്റുന്ന ഒരു പേര് സെട്ടന്മാരെന്ന് സജസ്റ്റ് ചെയ്യും. ആ പേര് പറ്റിയാൽ ഒരു സാധനം ഇവിടെ വേസ്റ്റ് ആയി പോകും. എന്താ അത്? ആ പേര് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ അസിസിന്റെ ആ സ്ലാപ്സ്റ്റിക് കോമഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ശരിയല്ലേ? അത് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ അത് മതി, അത് മതി. ഓക്കെ. അപ്പൊ ക്ലിഞ്ഞോ പ്ലിഞ്ഞോന് ശേഷം അടുത്തത് ചരിത്രമാവാൻ പോകുന്ന ഒരു പേരാണ് പ്ലക്കോ പ്ലക്കോ. ഓക്കെ, സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ വേണ്ട ഗെയിമിന്റെ പേരാണ് ഒരുമിച്ച് പ്ലക്കോ പ്ലക്കോ. അപ്പോ ഈ പ്ലക്കോ പ്ലക്കോ എങ്ങനെ കളിക്കാന്നാണ് ഞാൻ പറഞ്ഞുതരാം. രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കും. ഒരു ടീമിൽ നിന്ന് ഒരാള് ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പുറത്തും അങ്ങനെ തന്നെ ഒരാൾ വെറുതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ ടീമിൽ നിന്നും വെറുതെ അപ്പുറത്തും നിൽക്കുന്നുണ്ടായിരിക്കും. ബോൾ അനാവശ്യമായിട്ട് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ മാക്സിമം എത്രത്തോളം ബോൾ നിങ്ങൾക്ക് ഓരോ ലെവലിലേക്കും ഈ പില്ലറിന്റെ ഉള്ളിലേക്ക് ഇടണം. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ നമ്മൾ ഇടണം. അതായത് ഒരാൾ തന്നെ മാക്സിമം, അതായത് ബസർ വരണേക്കാളും മുന്നേ കറക്റ്റ് ലെവലിൽ എത്ര എണ്ണം പ്ലേസ് ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കണ്ടായിരിക്കും. ഒരാൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവുക പറഞ്ഞാൽ ബോൾ അവിടേക്കും ഇവിടേക്കും വഴുതിട്ട് പോകുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ടാ. സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോ ആരൊക്കെ പ്ലക്കോ ആരൊക്കെ പ്ലുക്കോ എന്നുള്ളത് നോക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ് പ്ലീസ്. 3, 2, 1. കളിക്കുന്നവർ മാത്രം നിൽക്കുക. ബാക്കി ശ്രീവിദ്യ, അമൃത എല്ലാവരും പ്ലീസ് ബി സീറ്റഡ്. നയന പോയിന്റ് എടുത്തു. ഗുഡ്. നീ നോക്കി കളിക്കണം അല്ലെങ്കിൽ തെറിച്ചു. വീണടാ, വീണായിരുന്നു. ഒന്നുകൂടെ ഇച്ചിരി പോയിട്ടില്ല. അത് തന്നെ. അയ്യോ, ഓക്കെ വീണു വീണടാ. ടയേർഡ് ആണെങ്കിൽ ഇനി ആർക്ക് വേണമെങ്കിലും വന്നിടാട്ടോ. വേണമെങ്കിൽ മാറാം. അതീതാണ് 3 ഒരെണ്ണം വീട്ടത്. അസീസേ നിന്നെ നിന്റെ
അയ്യോ അത് വീണ ഓതിക്കില് കഴിക്കാൻ. അയ്യോ അങ്ങനെ തന്നെ ഇട് അങ്ങനെ തന്നെ ഇട് അങ്ങനെ തന്നെ ഇട് അങ്ങനെ തന്നെ ഇട്. അയ്യോ ആ കുട്ടി എന്നാ വലത്ത് പിടിച്ച് വലത്തോട്ട് തള്ളു. വാട്ടുക. വലത്ത് ആ അങ്ങനെ അയ്യോ വലത്ത് പന്തല് പന്തല് പന്തല്. ആ കറക്റ്റ് എടുത്തോ. ബോളുണ്ടോ? പെട്ടെന്നിട്ടോ അതെടുത്തിട്ട് വേടാ, പിടിച്ചോണ്ട് വേടാ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. ശരിക്കും ഒരു ടീമിന് ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന 7 ചിമ്പോളാണ്. പക്ഷെ ടീം ടോട്ടൽ ഇട്ടിട്ടുള്ളത് 8 ചിമ്പോളാണ്. ഞങ്ങളൊരു ബോൾ എടുത്ത് അവിടെ ഇട്ടല്ലേ. നമ്മുടെ ബോൾ മോഷ്ടിച്ചല്ലേ? പറഞ്ഞോട്ടെ അത് അവരുടെ മിടുക്ക് പക്ഷെ ഒരു ബോള് മിസ്സായത് നിങ്ങളുടെ ടീമിൽ അറിയാണ്ട് പോയി. ലാസ്റ്റ് കാണാതെ എപ്പോഴാണ് അയ്യോ ഞങ്ങളുടെ ബോള്. നിങ്ങളുടെ ബിലോങ്ങിങ്സ് നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതിലും അങ്ങനെ സ്വന്തം ബിലോങ്ങിങ്സ് നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്നൊരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടാ അതൊരു മര്യാദയില്ല ഞാൻ പറഞ്ഞത്. അല്ല ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇവര് ലീഡ് ചെയ്യുമെന്നാണ്. ഷിയാസിനെ കണ്ടപ്പോ വിചാരിച്ചു ഞാൻ ഐറ്റ് അനുസരിച്ചിട്ട് ചിലപ്പോ പെട്ടെന്ന് സ്കോർ ചെയ്യുമെന്ന്. അതാ ഐറ്റേ ഉള്ളൂ. ചേട്ടാ കുഴപ്പമില്ല. വിൽ ഡു വൺ തിങ്. നമ്മൾ ഒരു റൗണ്ടും കൂടെ പോവാൻ പോവാണ് കേട്ടോ. ഓക്കെ അതെ ഒരു കാര്യം ബോൾ ഇവിടെ വെക്കും. നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടൊന്നും ഇരിക്കരുത് ബോള്. നിങ്ങൾക്ക് അതായത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് പോയി എടുക്കാം. എന്റെ നിന്റെ പേരിട്ട് വെച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. ഓക്കെ അപ്പൊ ടെൻഷേട്ടാ നമ്മുടെ മത്സരം ഇങ്ങനെ കടുക്കാൻ പോവാണ്. ഈ മത്സരത്തിന്റെ കടുപ്പനുസരിച്ച് മീശ ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടോ? എന്നാ മാധവരൊന്നും മീശ പിരിക്കോ? ഓക്കെ മാധവനും അടിച്ചോണ്ട് പോകുള്ളൂ അല്ലേ? പക്ഷെ ജേക്ക് വിട്ട് പുറത്തു പോലെ അല്ല ബോൾ അടിച്ചോണ്ട് പോകുള്ളൂ. അപ്പൊ ചേട്ടൻ അവിടെ നിന്ന് മീശ വിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ആരാണ് മീശ വിരിച്ച് ബോൾ അടിച്ചുകൊണ്ട് പോണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇത്രേ ഉള്ളൂ. ഒരു ബോളിൽ പേരെഴുതി വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എത്ര ബോൾസ് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. 13 ബോളേ ഉള്ളൂ. 13 ബോളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനെന്താ ഏറ്റവും കൂടുതൽ 7 13. കളിയാ വിദ്യാഭ്യാസം വേണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ട് ഡൗൺ കൊടുക്കുകയാണ്. സോ പ്ലക്കോ പ്ലക്കോ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. പണിയായിട്ടോ. അയ്യോ അങ്ങനെ അറിയില്ലേ അടപ്പിക്കല്ലേ. അടുത്തോ അത് പോയി കൊണ്ടോണേ. സാറന്മാരെ ഓടിവായോ. ഫ്ലവേഴ്സിലെ സാറന്മാരെ. അയ്യോ അയ്യോ ആടിപ്പൊളി ആടിപ്പൊളി. ശരിക്കും നമ്മളെ കുട്ടിക്കാലത്തെ ഗെയിം കളിക്കില്ലേ ഈ ഓരോ നാണുണ്ടോ കുശുംബന്മാരെ? ഞാൻ പറയട്ടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ പോയില്ലേ ഈ ഏഷ്യനെ വെച്ച് കുശുമ്പ് വെച്ച്. ഈ പ്രായത്തിലും കുട്ടിക്കാലത്തിലേക്ക് പോകാന്ന് പറയാൻ വലിയ കാര്യമാണ്. കുട്ടിക്കാലത്ത് പോയെ അയ്യോ ഇവിടെ വേറൊരു വിഷയം നടക്കുന്നത്. കുട്ടിക്കാലത്ത് ഉല്ലാസനെ കൊണ്ടുപോയില്ല. അത്
എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്കും കൂടെ പോവാം. നെൽസൺ ചേട്ടന് കളിക്കണം എന്നുള്ളത് ശരിക്കും ഫസ്റ്റ് ജയിച്ചത് ഇവരായിരുന്നു. ഞങ്ങള് തന്നെ. അതെ. രണ്ടാമത് ജയിച്ചതും അവർ തന്നെ. മൂന്നാമത് ജയിക്കുന്നത് ഞങ്ങളായിരിക്കും. നെൽസൺ ചേട്ടാ വെല്ലുവിളിക്കാനുണ്ടോ? നമ്മൾ വിളിക്കുന്നതിന് കുഴപ്പം. Okay, മൂന്നാമത് അപ്പം നിങ്ങളുടെ ടീം ജയിക്കും. ഗ്രേറ്റ്. ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഓൾവേസ് നല്ലതാണ്. നീ വെല്ലുവിളിക്കാതെ നീ ഒരു ശരണം വിളിച്ചിട്ട് തമ്മിൽ ഉല്ലാസ് പറഞ്ഞ കേട്ടോ, എടാ നീ വെല്ലു വിളിക്കാതെ ആ സമയം കൊണ്ട് വല്ല ശരണം വിളിച്ചിട്ട് പോയി. ഒരു ബോളെങ്കിലും നിനക്ക് ഇടാൻ പറ്റും. എന്റെ പൊന്നളിയാ. അപ്പൊ ടക്കോ പ്ലുക്കോന്റെ തേർഡ് റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബോൾസ് ഈ ബോള് ഒരാള് പിടിച്ചു വെക്കുന്നുണ്ട്, അത് മാറ്റിയാണ്. ബോളെ പിടിച്ചു വെക്കുന്നുണ്ട് ഇവര്. ശശാങ്കനും ഉല്ലാസൊക്കെ വേറെ ഓരോ ബോളുകൾ പിടിച്ചു വെച്ചേക്കാം. ഉല്ലാസ് പിടിച്ചു വെച്ചതല്ല, അത് അവന്റെ വയറാ. അവൻ ചുമ്മാ ഇരിക്കുവായിരുന്നു ഇവിടെ. ഞാൻ ചുമ്മാ ഇവിടെ ഓടി നടന്നില്ല. തേർഡ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇതിലൊരു വെല്ലുവിളിയും കൂടെ ഉണ്ട്. നമുക്ക് നോക്കാം ഏത് ടീമായിരിക്കും ജയിക്കുക. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ശശാങ്ക നിനക്ക് എന്നാ അതിന്റെ സുഖടാ. അപ്പുറം പോലെ ബോളിനെ പേടി ഇവൻ എന്നെ കാണിക്കണേ ശശാങ്ക. രണ്ടെണ്ണം പിടിച്ചു വെച്ചേക്കണേ. നാല് പേരെ കൈ ഇരിക്കാണ് ബോള്. ഞങ്ങക്ക് ബോളില്ല. അവരെല്ലാം ബോൾ കൈ വെച്ചേക്കാണ്. തരുന്നില്ല. ഞങ്ങളുടെ ബോളാണ്. ഞങ്ങക്ക് ബോളില്ല. ഞങ്ങൾക്ക് ബോളില്ല. ഇവിടെ എറിയ ബോളില്ല. ബോള് രണ്ടെണ്ണം പിടിച്ചു വെച്ചേക്കണ്. ഇത് റോങ്. ബോള് അവരെ കയ്യില് പിടിച്ചു വെച്ചേക്കണ അവര്. നമുക്ക് ബോളില്ല. പിടിച്ചുവിടാൻ പാടില്ല. അയ്യോ പിടിക്കാൻ പാടില്ല. തട്ടിപ്പറിക്കരുത്. അത് തട്ടിപ്പറിക്കരുത്. തട്ടിട്ടാടാ. ഇല്ല ഇല്ല. അയ്യോ അസീസേ അയ്യോ പിടിച്ച എന്റെ താടാ. പിടിച്ചപ്പോ എന്റെ തോന്നുന്നു. പോടാ നീട്ടാ പോ. മാറാ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കോ. മാറാ
പ്രാന്തന്മാരെ കളിപ്പിക്കരുത്. ഇറക്കുന്നുണ്ട് കാലം ഇല്ല കള്ളക്കളി ഇല്ല. അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. Time is over. പ്ലക്കോ പ്ലക്കോ എന്നുള്ളൊരു ഗെയിമിന്റെ ക്ലൈമാക്സ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണേ. എന്താ ഇവിടെ എന്താ സംഭവിച്ചേ? അതെ, ഞാൻ പറഞ്ഞില്ലേ, എത്രയോ പേര് പ്ലക്കോ ആയിട്ട് കുറെ പേര് പ്ലിക്കോ അർത്ഥവത്തായത് അതാണ് ഞാൻ പേരിടുമ്പോ അത് അങ്ങനെയായിരിക്കും. അതെങ്ങനെ? അല്ല, ആദ്യത്തെ പേരിട്ടപ്പോ തന്നെ അസീസ് ഉദ്ഘാടനം ചെയ്ത് പ്ലച്ചോ ഒരു വീഴ്ച, അതേപോലെ തന്നെ എല്ലാവരും. അതിനിടയ്ക്ക് ഗെയിമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രംഗം ഞാൻ കണ്ടു. ഇതുവരെ ഒരു ജഡ്ജ്മെന്റും ഒരു ഗസ്റ്റ് വന്ന് ഞങ്ങൾക്കെതിരെ കളിക്കാൻ ഇത് ആവേശം കൊണ്ട് എന്നെ ഇടിച്ചിട്ട് ജഡ്ജിന് വരാം. അല്ല, കണ്ടോണ്ടിരുന്ന ആൾക്ക് തന്നെ മനസ്സിലായി നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ. അതല്ല, എനിക്ക് ആവേശം മൂത്തിട്ട് ഇത് ഇടാൻ പറ്റാത്ത എന്താന്നുള്ളത് എനിക്ക് സംഭവമല്ല. ആവേശം കൊണ്ട് തെറ്റ് കണ്ടല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നത്. നിങ്ങളെ കൊണ്ട് സഹായിക്കുന്നില്ല, അതല്ല, അത് നിങ്ങൾ നീചമായ പ്രവൃത്തികൾ കണ്ടപ്പോൾ നീചവും മ്ലേച്ഛവും സുഹൃത്തുക്കളെ ഒറ്റ സെക്കൻഡ് ഈ പറയുന്നതിന്റെ അർത്ഥമൊക്കെ നിനക്കറിയോ? ഇല്ല, നീചം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെറും നീചമായി. അല്ല, ക്യാമറ എടുത്ത് നോക്കണം. നീചമായ ഒരു പ്രവൃത്തിയുണ്ട്. 3 ബോൾ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ഓരോ ബോൾ കൈ വെച്ചേക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ കള്ളത്തരം ചെയ്യുന്ന പെൺകുട്ടികളില്ല. അവരൊരു ഡയാന. അനീഷേ, ഈ കളിയുടെ ഗതി മാറ്റിയ ഈ പാറ്റേൺ ആക്കി തന്നെ ഈ ഡയാനയാണ്. അനീഷണ്ണാ, നിങ്ങൾ പറയുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തെന്ന്, ഞങ്ങൾ കള്ളം ചെയ്തെന്ന്. പക്ഷെ നിങ്ങളുടെ തെറ്റ് ദൈവം കണ്ടുകൊണ്ടിരിക്കണം. അതിന്റെ തെളിവാണ് ആ ബോൾ മുകളിലിരിക്കുന്നുണ്ട്. അല്ലല്ല, നിങ്ങൾ 6 ബോളും ഞങ്ങൾ 6.5 ബോളും. കാര്യം മനസ്സിലാക്കണേ. ദൈവത്തിന്റെ കയ്യോ എന്ത് കയ്യോ ഞാൻ വെല്ലുവിളിച്ചു. ഓക്കെ, അത് അപ്പോഴും 6.5 ആയില്ലേ? ഓക്കെ അല്ലേ? ഞാൻ 6.5 ആവുന്നേ. ഫൈൻ, വെരി ഗുഡ്. നെൽസൺ ഒരു വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഈക്വൽ ടു ഈക്വൽ എന്ന് പറയാം. വെല്ലുവിളിച്ചെന്നെ ദൈവം കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഈ ഒരു ഗെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ജയിച്ചിട്ടുള്ളത് ബിൻചാന്റെ ടീമാണ്, ടീമാണ്. പക്ഷേ ഫൈനൽ റൗണ്ടിൽ ആ വെല്ലുവിളി എടുത്ത് നോക്കുകയാണെങ്കിൽ നെൽസന്റെ ടീമാണ്. അത് കേട്ടാ മതി, അത് കേട്ടാ മതിയേ. സുധി, 2 പൊറോട്ട ചില സാമ്പാർ കൊടുത്തോളാം. റൂം നമ്പർ 310 2 ചായ പെട്ടെന്ന്. രശ്മി, ഇത്രയും നാൾ എനിക്ക് ഈ ഉയരത്തിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമില്ലെന്ന് ഷിയാസ് ഒരു ബോൾ പോലും അല്ല, അത് വേറെപ്പെട്ട് ഞാൻ ഫുൾ ടൈം നോക്കി. ഒരു ജിമ്മിലും പോകാതെ ഇവിടെ തേരാപ്പാറ നടന്നതൊക്കെ 7-6 ഇടുമ്പോ മറ്റവൻ കിതച്ചോണ്ട് ഓടുവാ. ഞങ്ങളുടെ അനീഷേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായി, നന്നായി കളിച്ചു. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ അനീഷേട്ടനായിരുന്നു മോഷണത്തിന്റെ ക്യാപ്റ്റൻ. എനിക്ക് അതൊന്നുമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. വെല്ലുവിളിച്ചു, അതില് ഞാൻ ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ദി ടീം. അതിൽ മാത്രം മതി 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 ഉല്ലാസ്, മതി ഉല്ലാസ്, മതി ഉല്ലാസ്. 6-6 നിൽക്കുക. 6-6 ടിയാസിന് 18 ചാൻസും 2 കവർ ഹാൻസും കൊടുത്തു. അവരിട്ടില്ലല്ലോ. അങ്ങനെ ഇങ്ങനൊന്നും കൗണ്ടർ പറയത്തില്ല. പറയുമ്പോ നല്ലതങ്ങ് പറയും. അവിടുന്ന് ഈ ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ് ടു അസീസ്ക ആൻഡ് ടീം. ഞങ്ങളുടെ അസീസിനെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അസീസ് തകർത്ത് പൊളിച്ചു വാരി. താങ്ക് യു. ഏറ്റവും മികച്ച ഗാഡ്ജറ്റുകൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന് മികച്ച സർവീസ് നൽകുന്നതിലും വേറൊരു റേഞ്ചാണ് മൈജി എന്ന് വേണം പറയാനായിട്ട്. അതിനായിട്ട് മൈജി ഒരുക്കുകയാണ് മൈജി കെയർ റിപ്പയറിംഗ് സെന്ററുകൾ. അതായത് വളരെ മിതമായിട്ടുള്ള സർവീസ് ചാർജിന് എല്ലാവിധ സുരക്ഷയും നിങ്ങൾക്ക് എൻഷുർ ചെയ്തുകൊണ്ട് സർവീസാണ് മൈജി നിങ്ങൾക്കായിട്ട് നൽകുന്നത് കേട്ടോ. അത് മാത്രമല്ല, കൂടാതെ ഇപ്പൊ പണം തവണകളായിട്ട് നമുക്ക് അടയ്ക്കാനുള്ള വായ്പാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മൈജിയിൽ. അത് മാത്രമല്ല, അത്യാധുനിക രീതിയിലുള്ള സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണലുകളുമാണ് മൈജി കെയർ സെന്ററുകളിൽ നിങ്ങൾക്കായിട്ട് സർവീസസ് നൽകാനായിട്ടിരിക്കുന്നത്. സോ കേരളത്തിൽ ഉടനീളമുള്ള ഷോറൂമുകളിൽ മൈജി കെയർ സർവീസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. അതുപോലെ തന്നെ ഈ സർവീസസ് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. അവർക്ക് ഭയങ്കര സംശയമാണ്. ഈ ആണുങ്ങൾക്ക് സൗന്ദര്യം വന്നു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നം. അപ്പൊ പിന്നെ ഓക്കെ, ശരി, സന്തോഷം.
എന്തായാലും ഇനി എവിടെയെങ്കിലും വെച്ച് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോണ കാണുവാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് കേസ് വെട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ഓടി വരണം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. കാശെടുക്ക അതൊക്കെ ഇട്. അതിന് കാശെടുക്കണം. പിന്നെ കേശുവേട്ടന്റെ എൻട്രിക്ക് വേണ്ടി ഡാൻസേഴ്സിന് വേണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് കാശൊന്നോ? ഡാൻസ് കളിച്ചൊന്നോ നിങ്ങളോ? കണ്ടം കളിച്ച ഓർഡർ ഇല്ലാതെ നിലത്തിട്ട് ചവിട്ടി വെച്ച് ഡാൻസ് എന്നാണ് അതിന്റെ പേര്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ, ഞാൻ സൈസ് വൃത്തിയായിട്ട ഡാൻസിന് ഞാൻ സാധാരണ പൈസ കൊടുക്കാറില്ല. കാശെടുത്തില്ലെങ്കിൽ നെഞ്ചും കൂടി ഞാൻ ചവിട്ടി പിടിക്കും. എന്റെ ദൈവമേ, അതിലേക്ക് കാശെടുത്തോ? ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. കേൾക്കണം കൊച്ചു കേൾക്കണം. ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നുണ്ട്. നിങ്ങൾ എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഡാൻസ് കളിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഇളവ് അങ്ങ് ചെയ്തു തരാം. അപ്പോ ഞങ്ങൾ എത്ര തരേണ്ടി വരും? സാധാരണ എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ 5000 രൂപയാണ് ഫീസ്. ഒരു 4980 രൂപ നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് നിങ്ങൾ ഉല്ലാസേട്ടാ ഓണത്തിന് പോലെ ഈ ഡിസ്കൗണ്ട് കൊടുക്കരുത്. ഞാൻ ഓണത്തിന് കൊടുക്കില്ല, ഞാൻ ഈ സമയത്ത് മാത്രമേ കൊടുക്കൂ. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഹോട്ടലിൽ ചായ കുടിച്ചിട്ടേ അവിടുത്തെ ആൾക്ക് ടിപ്പായിട്ട് കൊടുക്കും. പാടി നമുക്ക് ഭയങ്കര വാശിയായി പോയല്ലോ ഇത്. ടിപ്പു സുൽത്താൻ അയ്യടാ, അല്ല ഇത് കേക്ക്. ഈ പിസ്കനായി എന്റെ അടുത്ത് 20 രൂപയ്ക്ക് ടിപ്പ് കൊടുക്കാൻ, ഞാൻ ആ പൈസക്ക് 20 രൂപയ്ക്ക് മിച്ചറുണ്ട മേടിച്ചിട്ട് 4 ആഴ്ച ഇരുന്ന് തിന്നു, ആർക്കും കൊടുക്കാതെ. അത് കക്കൂസിൽ ഇരുന്നേച്ച്. അയ്യോ, ഇതെന്റെ ലീലയല്ലേ? ലീല ഫ്രണ്ടിലെ പല്ല് പോയതുകൊണ്ട് കാറ്റ് കറക്റ്റായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ മുമ്പ് നേരെ കറക്റ്റായിട്ട് എന്തോരം ചൂളം അടിച്ചിട്ടിരുന്ന ലീലേ, ഓർക്കണ്ട തന്നെ. പിന്നെ കേശുവേട്ടനെ അങ്ങനെ മറക്കാൻ പറ്റുമോ? കേട്ടോ ഈ സംഭവം എന്താണെന്നറിയാമോ? ഈ ലീല പണ്ട് എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ലൈൻ ആവണത്. നാണമൊക്കെ മുഖത്തുണ്ട്. പിന്നെ വേറെ സംഭവമുണ്ട്. എച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലീല എന്നെ ഇട്ടിട്ടങ്ങ് പോയി. ആ ടെൻഷനിൽ ഞാൻ അപ്പൊ തന്നെ ഒരു എമ്മച്ചൻ കിട്ടും. എമ്മെടുത്തളിയാ, എച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എമ്മെച്ചെടുക്കണ്ടേ. അതിന് ശേഷം ഇപ്പഴാ കാണണേ ലീലേ. പണ്ടെന്റെ കാറില് നമ്മൾ എത്ര കറക്കം കറങ്ങില്ലേ, ഓർക്കണ്ടോ അതൊക്കെ? ഹലോ, ഇനി ചിന്തിച്ചോണ്ടെന്നാ അങ്ങനെ എന്തേലും പറ. ഹലോ, സ്വപ്ന ലോകത്താണോ? ഞാൻ എന്റെ പഴയ കാര്യത്തിലേക്ക് ഊളയിട്ടങ്ങ് പോയി. ഈ വള്ളി ഇടയ്ക്ക് വരാറില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഊളയിട്ടേച്ച് പോയി. ഇതായിരിക്കണ ആരാന്നറിയാമോ? എന്റെ പഴയ ലവറാ. അത് പഴയ ലവർ. പഴയ ലവർ. പക്ഷെ കണ്ടിട്ട് ചേട്ടനാണല്ലോ പഴക്കം കൂടുതൽ. അതെപ്പോഴും പുതുമയോടെ ഇരിക്കണം. സുന്ദരി അല്ലടാ, ഇതാരായിരിക്കണെന്ന് അറിയാമോ? ഇതാണ് മലമ്പുഴ യക്ഷി. ഹലോ, നിങ്ങളെ കണ്ടിട്ട് അടിമാലിലെ ഭൂതം പോലെ ഒന്നല്ലേ? കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ? അത് കണ്ട് കുട്ടിച്ചാത്തൻ അങ്ങനെ വർത്താനം പറഞ്ഞത്. എന്റെ മോനെ ഒന്നും പറയണ്ട. ഈ ലീലയ്ക്കൊരു സ്വഭാവമുണ്ട്. പറഞ്ഞ് ചിരിപ്പിക്കുന്നവർ ആരെ കണ്ടാലും ലീല അവരുടെ കൂടെ പോകും. മിമിക്രി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു? പറഞ്ഞ് മിമിക്രി ആർട്ടിസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. ഇതാരാണ് പറഞ്ഞു ചിരിപ്പിക്കുന്നത്? ഫോട്ടോഗ്രാഫർ. അങ്ങനെ പറഞ്ഞിരിപ്പിക്കുന്നത്. സ്മൈൽ പ്ലീസ്. കണ്ട, ഇങ്ങനെ പറഞ്ഞു ചിരിപ്പിക്കുന്നവർ ആര് പറഞ്ഞു ചിരിപ്പിച്ചാലും ഈ ലീല അവരുടെ പോകും. സംഭവം എന്താണെന്നറിയാമോ? കേശവന്റെ തലയിൽ ഒരു മുടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെ കക്ഷത്തിലിരിക്കുന്ന രോമാണോ? നിനക്കൊക്കെ തലയിൽ മുടിയൊക്കെ നട്ടുപിടിപ്പിക്കാനേ പറ്റുള്ളൂ. ഞാനൊക്കെ ഉണ്ടല്ലോ, എല്ലാ മാസം തോറും ഇങ്ങനെ കപ്പ പറിക്കണാലും മുടി വലിച്ചു പറിക്കുക. പിന്നെ എനിക്ക് മുടി വെട്ടാൻ പൈസ നീ ഉണ്ടാ തരും എനിക്ക് വീട്ടില് മാസം. ഉള്ള മുടി നിങ്ങൾ എന്തിനാ പറിച്ചത്? ഉള്ള മുടി പറിച്ചു തന്നതിന്റെ കഥ ഞാൻ പറഞ്ഞു കളഞ്ഞു. പറഞ്ഞ നീ ചമ്മിപ്പോയത് കൊണ്ട് നീ അത് കേട്ടില്ല. അത് എന്നോട് പറഞ്ഞായിരുന്നു പുള്ളി. ചേട്ടാ, ഞങ്ങൾക്ക് ഈ ഡ്രൈവിംഗിൽ കുറെ സംശയങ്ങളുണ്ട്. ഡ്രൈവിംഗിൽ നിന്റെ ഭാര്യയാണോ ഡ്രൈവിംഗ്? അല്ല, ഡ്രൈവിംഗിന് എന്തിനാ നമ്മൾ സംശയിക്കണേ? അല്ല, എന്റെ ദൈവമേ. സംശയം നമ്മളിപ്പോ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു, നമ്മൾ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി എടുത്തി ആടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഔട്ടണം. ബ്രേക്ക് ഔട്ട് ചെയ്യില്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് അങ്ങ് ചവിട്ടും. ഊട്ടിയിലൊക്കെ പോകുന്നത് ഒരുപാട് ഹെയർ പിൻ ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് വളയ്ക്കാൻ എന്തെങ്കിലും ഹെയർ പിന്ന് കാണുന്നുണ്ട് കഴിഞ്ഞാൽ അപ്പൊ വണ്ടി വരുന്നത്. ഞാനാണെങ്കിൽ ആ ഹെയർ പിന്നൊക്കെ വാരി കൂട്ടിയെടുത്ത് എന്റെ ലീലയുടെ തലയെ കൊണ്ടു അങ്ങോട്ട് വെച്ചിട്ട് അതിനകത്തൊക്കെ ഞാൻ ഇങ്ങനെ പൂ കൊണ്ടൊന്ന് കുത്തി എന്റെ കൊച്ചിന്റെ തല ഞാൻ അത്തപ്പൂ ഇട്ട പോലെ ആക്കി. വണ്ടികൾ റോട്ടിൽ കൂടെ പോകൂലേ? അപ്പൊ നമ്മളെ കാൽനട യാത്രക്കാരൻ അവർക്കുള്ള നിയമങ്ങളൊക്കെ അതാ നല്ലൊരു ചോദ്യമാണ്. തലയ്ക്ക് വെളിവില്ലെങ്കിലും പറഞ്ഞത്. അതായത് നമ്മള് റോഡിന്റെ ഇടത് സൈഡിലേക്ക് നടക്കുന്നത് ലെഫ്റ്റ് സൈഡ്,
റോഡിന്റെ വല സൈഡ് നടക്കുന്നതാണ് റൈറ്റ് സൈഡ് എന്ന് പറയും. അപ്പൊ സെന്ററിൽ കൂടെ പോയാലോ? അതിന് സൂയിസൈഡ് എന്ന് പറയും. നീ മിക്കവാറും അത് നടക്കാൻ സാധ്യതയുണ്ട്. ആ മോഡൽ ചോദ്യമാണ് നീ എന്നോട് ചോദിച്ചോണ്ടിരിക്കണേ ഈ പരിപാടി പൊളിക്കാനായിട്ട്. ചേട്ടാ വണ്ടി ഇങ്ങനെ സ്പീഡിൽ റോഡിൽ കൂടെ ഓടിച്ചോണ്ട് വരുമ്പോ ആ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരു പന്ത് വന്ന് വീഴുമെന്ന് വിചാരിക്കും. നമ്മൾ വന്ന് വീണ് കഴിഞ്ഞാൽ വണ്ടി എന്ത് ചെയ്യുന്ന അറിയുമോ? അതിന്റെ ബെർമൂഡ് എങ്ങനെ വലിച്ചു കയറ്റി എവനോടൊക്കെ എന്താ ഞാൻ പറയേണ്ടത്? എന്താ ഞാൻ പറയുന്നത്? ഇങ്ങനെ അടിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ അടിക്കുന്നു. നാളെയാണ് 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 ലോട്ടറി കണ്ട് വന്നിട്ട് പറയും ചാളയാന്ന്. നാളെയാണ് 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 നാളെയാണോ? ഞാനോർത്ത് ചേട്ടാ ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഓ അപ്പൊ ന്യൂസ് റീഡർ ആണല്ലേ? ഏത് ഞാൻ ഫ്ലവേഴ്സിലെ ന്യൂസ് റീഡർ ആണ്. ആരാടാ ഈ പ്രവർത്തിക്ക് നിന്നെ വിളിച്ചു കയറ്റിയത്? ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ നീ ഒരു കാര്യം പറ. കോമഡിക്ക് വേണ്ടി കോമഡിക്ക് വേണ്ടി അല്ല. ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്ന് 40 രൂപ തന്നൊരു ടിക്കറ്റ് എടുത്തായിരുന്നോ? ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞില്ലേ? ആ പറ. അതിന് 1ാം സമ്മാനം അടിച്ചു 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയാണ് അടിച്ചിരിക്കുന്നത്. ചേട്ടാ ഞാനെടുത്ത ടിക്കറ്റ് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചോ? ഒരു കാര്യം ചെയ്യ്. ഈ ലോട്ടറി എടുത്തിട്ട് അയ്യോ പാൻപരാഗ് ഇതെടുത്തിട്ട് ഈ ലോട്ടറി പിടിച്ചിട്ട് എനിക്ക് 10 ലക്ഷം രൂപ താട്ടെ ഇപ്പൊ തന്നെ തരാം. എന്റെ ഭഗവാനെ ഈ വിവരം എന്റെ ഭാര്യ അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പൈസ ചെലവാക്കാൻ തരില്ല. പൊന്നേട്ടാ അത് എനിക്ക് തരാൻ പറ്റില്ല. ബാങ്കുകാർ തരും. ബാങ്കുകാർ തരുമോ? കേശുവിനെ പറ്റിക്കാൻ ശ്രമിച്ചാണല്ലോ. എന്റെ കുരവള്ളി എടുത്ത് ഞാൻ നൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് പോട്ടി ഉണ്ടാക്കി ഒലത്തി തിന്നും. ഒരു കാര്യം നീ മനസ്സിലാക്കാം. അയ്യോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ബാങ്കുകാർ തരും മിസ്റ്റർ. ഇന്നാള് നിന്റെ അടുത്ത് ഞാൻ ലോട്ടറി എടുത്ത് പൈസ എനിക്ക് ലോട്ടറി അടിച്ചായിരുന്നു 500 രൂപ. 500 രൂപ അടിച്ചായിരുന്നു. എന്നിട്ട് നീ അല്ലടാ പൈസ തന്നെ. 500 രൂപ ഞാൻ തരും. പക്ഷെ ഇതെനിക്ക് തരാൻ പറ്റില്ല. എനിക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞപ്പോ ആ പൈസ എനിക്ക് തരാൻ പറ്റില്ല. എനിക്ക് തരാൻ പറ്റില്ല. ബാങ്കുകാർ തരും. വേണ്ട എനിക്ക് നിന്റെ പൈസ വേണ്ട. പിടി ഇതെടുത്തിട്ട് എന്റെ 40 രൂപ ഇങ്ങോട്ടെ. അല്ല വഞ്ചനക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. കേശുവിനെ പറ്റിക്കരുത്. കേശു ഒരു തടവ് സ്വന്ന 100 തടവ് സ്വനമായി കച്ചറ. 40 രൂപ. ഇങ്ങനെയുണ്ടോ ലോകവട്ടൻ? നാളെയാണ് നാളെയാണ് നാളെയാണ്. അല്ല ഇപ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലായിണ്ടാവില്ലേ ലീല എന്തുകൊണ്ടാ ഇപ്പൊ കേശുവിനെ തേച്ചിട്ട് പോയത്? ഇപ്പൊ മനസ്സിലായി. കറക്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഉലകനായികമാരുടെ കേശു ഉലകനായകനാകും കേശു. എന്ത് രസമായിട്ടാ വിൻചേട്ടാ ചെയ്തേ. സൂപ്പർ അടിപൊളി. ഭയങ്കര രസമായിട്ടാ ചെയ്തേ. ത്രൂ ഔട്ട് ആ കൗണ്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വാരി അറിയായിരുന്നു. അതിന്റെ ഇടയില് അനുശ്രീ വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസേഴ്സ് എല്ലാരും കൂടെ അടിപൊളിയാക്കി പെർഫോം ചെയ്തു. അല്ല എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നായിക തന്നെ അതെ നമ്മുടെ പടത്തില് നായികയായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് എന്റെയും കൂടെ നായികയായിട്ട് അഭിനയിക്കും. എന്ത് തോന്നി ഈ സോങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ എന്തായിരുന്നു കേശുവിന്റെ ആ ഒരു എക്സ്പീരിയൻസും? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്കറിയാലോ ഇപ്പൊ ദിലീപേട്ടന്റെ മൂവീസ് എങ്ങനെയാണെന്ന് അറിയാം, നാദർഷക്കാന്റെ എങ്ങനെയാണെന്ന് അറിയാം. സോ അവർ രണ്ടും കൂടി വരുന്ന കോംബോ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. അതിന്റെ കൂടെ ഉർവശി ചേച്ചിയും കൂടെ പിന്നെ പൊളിയാണ്. അപ്പൊ അതിലൊരു ചെറിയ പാട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സോങ് മാത്രം. ചെറിയ പാട്ടൊന്നുമല്ല, നല്ല പാരയാണ് വെച്ചിട്ട് പോയത്. യേശുവിനിട്ട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പാരയായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നല്ല സന്തോഷമായില്ലേ? വലിയ പാട്ടിൽ ചെറിയ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് നാരങ്ങാമിട്ടയുടെ. കാരണം ഞാൻ മാത്രമല്ല കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും കേട്ടാല് പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ആ ഒരു സോങ്ങിൽ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം. അടിപൊളി. ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ ജോബിൻ മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ടീം കേട്ടോ. മേക്കപ്പ് ആൻഡ് ആർട്ട് ടീം ആക്കി വെച്ചു. ഭയങ്കര മാജിക് ആക്കി കളഞ്ഞു. ദിലീപേട്ടൻ തന്നെ അസലായിട്ട് ചെയ്തു കേട്ടോ. ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബിനുവിന്റെ അടുത്ത് പ്രത്യേകം പറയുകയും ചെയ്തു. ഇപ്പൊ ദിലീപേട്ടൻ അങ്ങനെ ഒരു സംഭവം ചെയ്തു വെച്ചിരുന്നു. പക്ഷെ ഈ കേശുവിനെ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് ഒരു കാരണം തമാശയൊക്കെ പറയുന്ന ഇത്ര നേരം കൊണ്ട് തന്നെ ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ബിനു അടിമാലി എന്ന് പറഞ്ഞ ആള് ഉണ്ടായിരുന്നില്ല ശരിക്കും ഇത്ര നേരം. ഈ ഒരു ക്യാരക്ടർ എന്ത് വേഷം ഇട്ടാലും അത് ചേരുക എന്നുള്ളതാണ് ഒരു നടന്റെ ഏറ്റവും വലിയ ഭാഗ്യം. വേഷപ്പകർച്ച എന്ന് പറയും, അത് ബിനുവിനുണ്ട്.
ഇപ്പൊ വന്നപ്പോ നമുക്ക് ഒട്ടും അത് ഏച്ചിയായിട്ട് പോലും തോന്നിയില്ല. അത് ഒന്നും മേക്കപ്പ് മാന്റെ കഴിവും, പക്ഷെ അതിന്റെ കൂടെ ബിനു നല്ലൊരു ആക്ടർ ആയതുകൊണ്ടാണ് അത് കറക്റ്റ് ഇണങ്ങി ചേർന്നത്. അത് മേക്കപ്പ് മാന്റെ കഴിവ് മാത്രമല്ല, അടിമാലിയുടെ കഴിവാണ്. അതെ. അത് ഇവിടെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ ഞങ്ങളെ ഞെട്ടിക്കാനായിട്ട് ഈ വേദിയിൽ നമ്മുടെ ഒരു ഐശ്വര്യമുള്ള ഒരു ഫ്ലോറിന്റെ നമ്മുടെ സഹപ്രവർത്തകരുടെ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ, ഡയറക്ടറുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു സന്തോഷ വിജയം. ചില നിമിത്ത ഫ്ലോറാ അത്. ഓക്കെ, അടിപൊളി. ഈ ന്യൂ ഇയറിലെ ബിനുചേട്ടന്റെ ആദ്യത്തെ ക്യാരക്ടർ എൻട്രി ആയിരുന്നു 2022. ഇനി ഐശ്വര്യം തുടരെ തുടരെ വരട്ടെ. സൂപ്പർ. എനിക്കറിയാൻ ഞാൻ അടുത്ത ഏത് മോഡലുള്ള എഴുതി അത് മധുചേട്ടനും മുരളിച്ചേട്ടനും അനുരൂപേട്ടനും എല്ലാവർക്കും ഉള്ള പറഞ്ഞേക്കൂട്ടോ. ഇതിങ്ങനെ സക്സസ്ഫുൾ നിൽക്കാണ്. താങ്ക് യു സോ മച്ച്. டிங்கிரி டிங்காலே தினக்கு டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரோசம கண்ணாலே டிங்கிரி டிங்காலே தினக்கு டிங்கிரி டிங்காலே உலகம் போன போக்கு பாரு ரோசம கண்ணாலே 1 2 3 4 பக்கத்து வீட்டில ரோசாம பெண்ணே കണ്ടാൽ നല്ലൊരു ഡിസ്കോത്തി പെണ്ണേ ബെൽ ബോട്ടം പാൻസും ഇട്ട് ഹൈ ഹീല് ഷൂസും ഇട്ട് കുതിര പോലെ കുത്താടും പെണ്ണേ ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ നിന്നെ ഞാൻ കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാത്തു വലഞ്ഞല്ലോ നിന്നെ ഞാൻ കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാത്തു വലഞ്ഞല്ലോ ഓ റോസാമേ മൈ ഡിയർ റോസാമേ ഒന്ന് ചിരിച്ചിട്ടു പോ റോസാമേ ഓ റോസാമേ മൈ ഡിയർ റോസാമേ ഒന്ന് ചിരിച്ചിട്ട് പോ റോസാമേ പണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഒരു മദാമയെ ഞാൻ സ്നേഹിച്ചു നാട്ടിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ റോസാമയെയും സ്നേഹിച്ചു ബ്രെഡിൽ വെണ്ണ പുരട്ടി മദാമ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബ്രെഡിൽ വെണ്ണ പുരട്ടി മദാമ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ റോസാമ്മ പുള പുഴുങ്ങി നല്ല മത്തിക്കറി കൂട്ടി കഴിച്ചു റോസാമ്മ പുള പുഴുങ്ങി നല്ല മത്തിക്കറി കൂട്ടി അടിച്ചു ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ. അടിപൊളി. എനിക്കൊരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡിൽ നമ്മുടെ ടീം ഇല്ലാതായി പോയല്ലോ എന്ന്. ആ സങ്കടം അങ്ങ് മാറിയത്. ഭയങ്കര രസമായിട്ട് പാടി. ഇപ്പോഴത്തെ വൈറൽ സോങ് ആണ്. ഭയങ്കര രസമായിരുന്നു ചേട്ടാ. സൂപ്പർ. ഭയങ്കര വൈബായിരുന്നു. താങ്ക് യു സോ മച്ച്. അല്ലല്ല, നമ്മുടെ ഈ സോങ്ങിന്റെ അവസാനം ദുൽഖർ വന്ന് നന്നായി. താങ്ക് യു സോ മച്ച്. അടിപൊളി. നിങ്ങൾക്ക് വിഷമാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പറയണല്ലേ. ഇന്നത്തെ എപ്പിസോഡും തീരാറായിരിക്കും. കരയണ്ട, അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരും. ഇവിടെയും കരച്ചില്ല, അവിടെയും കരച്ചില്ല. 150 രൂപയ്ക്ക് അഭിനയിച്ച് കരയുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. So now we are saying bye from Chalro Presents 90+ My Tuition App Star Magic, co-powered by Village Dairy, a fine spun ice cream, Berger Easy Cleaner, Spice Partner Eastern, Online Education Partner Asylum MBBS, Mobile Entrance App, saying ta-ta, bye-bye, good night.